നമസ്കാരം. എന്തുകൊണ്ട് തോറ്റു? സത്യൻ അന്തിക്കാന്റെ സിനിമയിലെ ബോബി കൊട്ടാരക്കര ശങ്കരാടിയോട് ചോദിച്ച ചോദ്യമല്ല. 1984 ബീഹാറിലെ സമസ്തപുരിയിലിരുന്ന് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചതാണ്. ജനങ്ങൾ എന്നെ പിന്നോക്കക്കാരുടെ നേതാവെന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഉന്നത സമുദായക്കാരൻ്റെ വീട് പോലുമില്ല, എന്നിട്ട് ഞാൻ എങ്ങനെ തോറ്റു? ചോദിച്ചത് സാക്ഷാൽ കാൽപൂരി ഠാക്കോറാണ്. ജീവിതത്തിന്റെ ആദ്യമായും അവസാനമായും തനിക്കുണ്ടായ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വികന്നത പൂണ്ട ചോദ്യമായിരുന്നു കാൽപൂരി ഉയർത്തിയത്. തോൽവിയല്ല അതിലേക്കു നയിച്ച കാരണങ്ങളെന്നും കാൽപൂരി അസ്വസ്ഥനാക്കിയത്. പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വാധീനമുള്ള ബീഹാറിലെ സമസ്തപുരി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവായി അറിയപ്പെട്ട താൻ എന്തുകൊണ്ട് തോറ്റു? സുഹൃത്തായ ഒരു കോളേജ് അധ്യാപകനോടായിരുന്നു കാൽപൂരി ചോദിച്ചത്. ഉള്ളിൽ ചോര പൊടിഞ്ഞ ചോദ്യത്തിന് പക്ഷേ മൗനമായിരുന്നു മറുപടി. ആ മൗനത്തിൽ കാൽപൂരി ഠാക്കൂർ എന്ന ഇതിഹാസത്തിന്റെ അസ്തമയത്തിന്റെ ചായം കലർന്നിരുന്നു. തന്റെ വിശ്വസ്തരിൽ ചിലർ നടത്തിയ കരുനീക്കങ്ങളുടെയും കരുക്കൾ കാൽപൂരി അതിനു മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു. 1985 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാൽപൂരി ജയിച്ചെങ്കിലും മാറിപ്പോയ ബീഹാർ രാഷ്ട്രീയത്തിലും അപ്പോഴും അദ്ദേഹം മങ്ങിത്തുടങ്ങിയിരുന്നു. 1987 കാൽപൂരിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ വീണ്ടും ക്രൂരമായ കരുക്കൾ നീക്കി. 1988 ഫെബ്രുവരി 17 രാവിലെ രക്തസമ്മർദ്ദ പരിശോധനയ്ക്കായി പട്ന മെഡിക്കൽ കോളേജിലെത്തിയ അദ്ദേഹം അപ്രതീക്ഷിതമായി മരണം വിളിച്ചു. അപ്പോഴും ആളും ആരവും ആർഭാടവും കാൽപൂരിക്കരികെ ഉണ്ടായിരുന്നില്ല. സ്ട്രെച്ചറിൽ ഒരു അനാഥനെ പോലെ കിടന്നു. മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ അക്കാലത്ത് ഉയർന്നിട്ടുണ്ടെങ്കിലും തർക്കവിതർക്കങ്ങളിലേക്ക് അത് നീണ്ടില്ല. അതിനെ ഏറ്റെടുക്കുവാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് മാർക്സിസവും ജെപിയുടെ ആശയങ്ങളും റാം മനോഹർ ലോഹിയുടെ സോഷ്യലിസ്റ്റ് ആശയധാരകളും ഇഴചേർന്ന കാൽപൂരിയുടെ ജീവിതം ചരിത്രത്തിൽ മായാത്ത അടയാളമായി ബാക്കി നിന്നു. ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിൽ 26% സംവരണം പ്രഖ്യാപിച്ച് രാജ്യത്തിൻ്റെ സാമൂഹ്യ നീതി രാഷ്ട്രീയത്തിൽ നിശബ്ദ വിപ്ലവത്തിന് വഴി തുറന്ന കാൽപൂരിയുടെ ചരിത്രവും പാരമ്പര്യവും രാഷ്ട്രീയത്തിന് പുതിയ അവകാശങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം ഓർക്കുന്ന ഒരാളായി പിൻകാല രാഷ്ട്രീയം ചുരുങ്ങിയ കാൽപൂരി ബീഹാർ സർക്കാർ ജാതി സർവേ ഫലങ്ങൾ പുറത്തുവിട്ടതോടെ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു. ഭാരതരത്ന പ്രഖ്യാപനത്തോടെ രാഷ്ട്രീയം കാൽപൂരിയെ വീണ്ടും ഏറ്റെടുത്തു. പിന്നാലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നു. കാൽപൂരി ജീവിതകാലം മുഴുവൻ ഉയർത്തിയ രാഷ്ട്രീയം എന്തായിരുന്നുവെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തോന്നിക്കുന്ന മട്ടിലായിരുന്നു പ്രകീർത്തനം. അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഉയർത്താമെന്ന് കരുതി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച ജാതി സെൻസസിന്റെ കൊടി കീറി പറഞ്ഞെറിഞ്ഞ ഇന്ത്യ സഖ്യം നേതാക്കൾ അപ്പോഴും മുഖത്തോട് മുഖം നോക്കി. 1990 VP സിംഗ് സർക്കാരിന്റെ സാമൂഹ്യ നീതി രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്ക് അടിത്തറയിട്ടത് കാൽപൂരി ഫോർമുലയാണ്. സർക്കാർ വീണെങ്കിലും അദ്ദേഹം തുറന്നുവെച്ച സാമൂഹ്യ പരിഷ്കരണം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിച്ചു. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വഴി തുറന്നു. മണ്ഡൽ തുറന്നതോടെ രാമക്ഷേത്ര മുദ്രാവാക്യം ഉയർത്തി LK അദ്വാനി രഥയാത്ര സംഘടിപ്പിച്ചു. കാൽപൂരി ഫോർമുല പോലെ മണ്ഡൽ ശുപാർശകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിച്ചു. ഇതോടെ 90കളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മണ്ഡൽ കാമണ്ഡൽ ഏറ്റുമുട്ടുകളുടേതായി. അത് 2024 രാമക്ഷേത്ര നിർമ്മാണം വരെ എത്തി നിൽക്കുന്നു. കഥയും കാര്യവും അവിടെ തീരുന്നില്ല. 34 വർഷങ്ങൾക്ക് ശേഷം കാൽപൂരിയും പിന്നോക്ക സംവരണവും വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിളംബരത്തിന് മുന്നോടിയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ജാതി സർവേ ഫലങ്ങൾ പുറത്തുവിട്ട് നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ബീഹാർ സർക്കാർ തുറന്ന കുടം BJPയെ തെല്ലി പ്രതിരോധത്തിൽ വീഴ്ത്തിയിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങളായ EBCയുടെയും പിന്നോക്ക വിഭാഗങ്ങളായ OBCയുടെയും അംഗബലം ഈ സർവേയിലൂടെ തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംവരണ തോത് വീണ്ടും ഉയർത്തണമെന്ന് നിതീഷ് പ്രഖ്യാപിച്ചതോടെ കാൽപൂരി വീണ്ടും ചർച്ചയിലെത്തി. ബീഹാർ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. ഈ അംഗബലം സൃഷ്ടിക്കുന്ന വോട്ട് ബാങ്കുകളായി രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണ്. നിതീഷിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ രാജ്യവ്യാപക ജാതി സെൻസസ് എന്ന ആവശ്യം ഇന്ത്യ സഖ്യം ഉയർത്താൻ തുടങ്ങി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ജാതി സെൻസസ് മുദ്രാവാക്യം ഏശിയില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുത്തിരിക്കുകയാണ് BJP. ഇതിന് തടയിടാനും ഉത്തരേന്ത്യയിലെ അതിപിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കടന്നു കയറാനും BJP നടത്തുന്ന തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൊന്നാണ് കാൽപൂരിയുടെ ഓർമ്മകൾ. കാൽപൂരിക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ചതോടെ ബീഹാറിലെ മഹാസഖ്യത്തിൽ വിള്ളൽ വീണു. അവകാശവാദങ്ങളായി ലാലുവും നിതീഷും ചാടി വീണു. BJPക്കാർക്കാണ് മേൽക്കൈ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ നിതീഷ് പതിവ് പോലെ ചതുരംഗപ്പലക പുറത്തെടുത്തു. കാൽപൂരിക്കാലത്തിന്റെ വോട്ട് ബലം അറിയാവുന്ന നിതീഷ് കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാൻചുവട്ടിൽ എന്ന പാട്ടും പാടി വലതുവശം ചേർന്നിറങ്ങി പതിവ് പോലെ നിലഭദ്രമാക്കി.